മഹത്വത്തിലേക്ക് സ്വാഗതം. IMS ധ്യാന ഭവനത്തിൽ നിന്നും നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനങ്ങൾ നേരുന്നു. ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാൻ എന്ന നിലയിൽ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പാപം വഴി ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുകയാണെങ്കിൽ അവിടത്തോടടുപ്പിക്കാൻ പല വഴികളും ദൈവം തേടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും ദൈവത്തോടൊന്നിച്ചേർന്നുകൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അവിടുന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. 1 കൊറിന്തോസ് 3-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ദേവാലയമാകുന്ന മനുഷ്യഹൃദയം ദുഷ്ടതയുടെ കൂടാരമാകുമ്പോഴാണ് ദൈവം ശുദ്ധീകരണ പ്രക്രിയ പതുക്കെ ആരംഭിക്കുന്നത്. ദൈവം ആലയത്തെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടുന്ന് അനന്ത സ്നേഹവും നീതിമാന ആകയാൽ നമ്മോട് അരുൾ ചെയ്യുന്നു. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. ക്ഷമയോടും ശാന്തതയോടും ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറാകുമ്പോഴാണ് നാം മഹത്വീകരിക്കപ്പെടുന്നത്. മഹത്വം നേടണമെന്നുണ്ടെങ്കിൽ ദൈവാരൂപിയുടെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുമ്പോൾ സത്യത്തിലും നീതിയിലും നമുക്ക് വ്യാപരിക്കുവാൻ സാധിക്കുന്നു. എബ്രായക്കാർക്ക് എഴുതിക്കൊണ്ട് ലേഖകൻ 12-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്, ബലഹീനരായിരിക്കുമ്പോഴാണ് അവിടുത്തെ ശക്തി പൂർണ്ണമായി നമ്മളിൽ പ്രകടമാകുന്നത്. ആകയാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പൗലോസ്ലീഹായെ പോലെ നമുക്കും പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ മേഖലയിലേക്ക് പോകാം. കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് കടന്നു വരാം. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹപിതാവായ ദൈവമേ, ഏത് തകർച്ചകളെയും വേദനകളെയും രോഗങ്ങളെയും ക്ഷമയോടും വിനയത്തോടും കൂടി സഹിക്കുവാനുള്ള കൃപ തരണമേ. ഈ വേദനകളിലും അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ ഏവർക്കും ഇടവരട്ടെ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.